ഇതാ മോനെ. അയ്യോ അമ്മ, പാലൊന്നും വേണ്ടായിരുന്നു എനിക്ക്. അയ്യോ, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഒരു ഗ്ലാസ് പാലെങ്കിലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? മോനങ്ങ് കുടിച്ചേ. കഴിക്കാൻ പഴമൊന്നുമില്ല, പിന്നെ പാല് വേണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, മോൻ മിണ്ടാതിരുന്നങ്ങ് കഴിച്ചേ. മോളെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ ചെയ്യില്ലേ? അതൊന്നും സാരമില്ലെന്ന്. ഇപ്പൊ ഞാൻ ഇവിടെ അല്ലേ തങ്ങുന്നത്. 15 ദിവസം കഴിയുമ്പോ ഞാൻ ഇവിടെ നിന്ന് പോവും. അതുവരെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കും. എത്ര ദിവസം വേണേലും നിന്നോ. എന്റെ ഭർത്താവെന്നൊരുത്തനുണ്ട്, അയാൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. വെല്ലവിളമാരുടെ പുറകെ പോയിരിക്കുക. നീ ഇവിടെ ഉള്ളപ്പോഴാ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുന്നത്. സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരെ. ആ രംഗമ്മ, ചോറ് വെക്കാൻ അരിയിരിപ്പുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശരി, വാ. മംഗള മാഡം, എനിക്ക് നിങ്ങളോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ. അപ്പൊ ഇതുവരെ തുറന്നല്ലേ സംസാരിച്ചത്? അല്ല, ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കിയേ, നിങ്ങൾ ഈ രംഗമ്മയുടെ വീട്ടിൽ താമസിക്കുന്നതിൽ ഒരു തെറ്റു വലിയൊരു നാണക്കേടുമില്ല. അവര് നിങ്ങളുടെ സ്കൂളിൽ തന്നെ രാവിലെ പോയി എല്ലാം ക്ലീൻ ചെയ്ത് കൃത്യസമയത്ത് ബെല്ലടിക്കുന്ന ആളാ. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ എത്ര ദിവസം കരുതി ഈ വീട്ടിൽ താമസിക്കുക? അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ രംഗമ്മയോട്, ഇനി 15 ദിവസം കൂടെ ഇവിടെ കാണുള്ളൂ. അതൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ മറ്റൊരു വീട് കണ്ടുപിടിക്കാൻ ഈ 15 ദിവസം എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. എന്ന് വെച്ചാ? ഒന്ന് മൂളിയെ മാത്രം മതി. എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. എന്താ അത്? ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് പോണെന്നാണോ, അതോ നീ നിന്റെ റൂം ഒഴിഞ്ഞിട്ട് ഞാൻ അവിടെ താമസിക്കണമെന്നാണോ? നിനക്ക് ഈ പ്ലാനുകളല്ലാതെ വേറെന്താ ഉള്ളത്? അയ്യോ, അതൊന്നുമല്ല. എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാ, എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചുകൂടാ എന്നുള്ളതാണ്. എന്തു പറയുന്നു? അല്ല, ഇതെന്താ മുഖം തിരിച്ച് ഒന്നും പറയാതെ അങ്ങ് പോയി കളഞ്ഞ്? ഇവനെന്താ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്ന് കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നെന്ന് വിചാരിക്കണ്ട. കാരണം നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാന്ന്. അതെ, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാ പിന്നെ രണ്ടുപേർക്കും കൂടി ഒരു വാടക കൊടുത്താൽ പോരെ? കറണ്ട്, വാട്ടർ, കേബിള്, ഇതിലൊക്കെ നമുക്ക് പൈസ ലാഭിക്കാനും പറ്റും. ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനുമില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്താ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. അല്ല, എനിക്കും അറിയാം പ്രണയം എന്ന് പറഞ്ഞ മഴ പോലെയാണ്, അത് താനേ വരണമെന്നൊക്കെ. അല്ലാതെ നമ്മൾ നിർബന്ധിച്ചായിരുന്നു മഴ വരില്ല. പക്ഷെ എന്റെ ഭൂമി തരിശായി വെറുതെ ഉണങ്ങി കിടക്കുക. മഴ പെയ്താലേ പച്ചപ്പുണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ചെറുപ്പം മുതൽ ഇത്രയും കാലം തനിച്ച് ജീവിച്ച് തന്നെ പഠിച്ചവനാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാൾ കൂടെ വേണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങി. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ സിനിമയില് പ്രണയം ജീവിതമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല, കോളേജിൽ വെച്ച് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണോ അതൊക്കെ അവിടുത്തെ മേഡത്തിന് കൂടെ നടക്കുകയും ചെയ്തു. ഞാൻ പറയുന്നതൊക്കെ സത്യമല്ല, അല്ലാതെ നുണയൊന്നല്ല. നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഭാവിയിൽ പറയരുതല്ലോ. ഉള്ളതൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് പറയാ. എന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന എല്ലാ ലവേഴ്സിനെയും പോലെ ഞാൻ പാനിപൂരി വാങ്ങിച്ചു തരും, പിസ്സ വാങ്ങിച്ചു തരും, അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടു പോകും, കാറിൽ നിങ്ങളുടെ സ്കൂളിന്റെ മുമ്പിൽ ഇറക്കി തരും. ഇതൊക്കെ ബാക്കിയുള്ള ലവേഴ്സ് കമ്മിറ്റ് ആയതിനു ശേഷമേ ചെയ്തു തരാറുള്ളൂ. പക്ഷെ ഞാൻ അതൊക്കെ ഇന്ന് മുതലേ ചെയ്യും. മാത്രമല്ല, ബാക്കി ലവേഴ്സിനെ പോലെ ഞാൻ ഒരു കിസ് പോലും തന്നിട്ടില്ല ഇതുവരെ. എന്തിന്? ഒന്ന് തൊട്ടിട്ട് പോലും. ഏതോ ശബ്ദം കേൾക്കവേ എതിരെ ശൂന്യം പോലവേ ശംഭോ 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 ശംഭോ. അതേനെ, ഓപ്പണായിട്ട് സംസാരിച്ച മോശമായിട്ട് തോന്നുന്നു എന്ന് കരുതി എല്ലാം മനസ്സിൽ വെച്ചിട്ട് പോകാൻ പറ്റും നമുക്ക്? അല്ല, അതിന് മാത്രം എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്ത്? ഇത്രയും പരിചയമായിട്ട് ഒരു ഉമ്മ വെച്ചിട്ടില്ല, ദേഹത്ത് തൊട്ടിട്ട് പോയില്ല എന്ന് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാ? നിങ്ങൾ തന്നെ പറ. അല്ലെങ്കിലും എന്നോട് സംസാരിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് എന്നെയും വിട്ട് കുഴിയെ പോയി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ശരി, അതുകൊട്ടെ. എന്നാലും എന്റെ മനസ്സിന് പോകുന്നില്ല. ആ ടീച്ചർ എന്താ അങ്ങനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ കാരണം പോകച്ചിട്ട് അങ്ങ് പോയി. ദേ, ഇവനതിനെ സാക്ഷിയാ. എല്ലാം നീ ഒരൊറ്റൊരുത്തൻ കാരണ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവന്റെ ഡിക്കി മെമ്പറെ കണ്ടില്ലേ? മനുഷ്യന്മാരിങ്ങനെയായ പിന്നെ എങ്ങനെയാ ശരിയാവുക? അവളെന്തായാലും ഞാൻ അങ്ങനെ വിട്ട് കളയത്തില്ല. ഒരു ദിവസം ഞാൻ എന്താ ചെയ്തേന്നറിയോ? രംഗമ്മ ഇവിടെ ഇല്ലേ? തെറ്റാണോ ശരിയാണോന്ന് അറിയില്ല, എന്നാലും ചോദിക്കുക. പാനിപ്പൂരി കഴിക്കാൻ വരുന്നുണ്ടോ നിങ്ങള്? നാളെ ഞാൻ ചത്തു കഴിഞ്ഞാൽ കരയാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെങ്കിലും കരയാനുണ്ടാവുമല്ലോ. അയ്യോ എന്റെ കൃഷ്ണ. അല്ല, ഞാൻ ശിവലിംഗം. താല്പര്യം ഉണ്ടെങ്കിൽ കൈ കൊടുക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൈയും വെച്ച് എന്റെ വഴിക്ക് പോകും. ഐശ്വര്യരായ് ഗർഭമായിതാ ബ്രേക്കിംഗ് ന്യൂസോ. എന്റെ മേടമോ ചത്തുപോയാലും കേൾക്കാനാളില്ലയോ. ഈ പാട്ടൊന്നും നിർത്തുന്നുണ്ടോ? സന്തോഷമില്ലല്ലോ, സന്തോഷം വന്നെന്നാലും മറ്റൊന്നുമില്ലയോ. ബോധമില്ല, ലൈഫ് കുഴയുന്നിതാ. ഞാനും ഇരുന്നോട്ട് ഇവിടെ. വേണ്ട വേണ്ട. അതെന്താ മംഗളയോട് നീ അങ്ങനെയൊക്കെ സംസാരിച്ചേ? ചേടാ, ഇത് എന്തൊരു കഷ്ടമാന്ന് നോക്കിയേ. പിന്നെ പെമ്പിളേരോട് സംസാരിക്കുമ്പോൾ കാൽക്കുലേറ്റർ വെച്ച് സംസാരിക്കാൻ പറ്റുമോ? കുറച്ച് സംസാരിക്കണം, കൂട്ടി സംസാരിക്കണം എന്നൊക്കെ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എനിക്ക് അത് മാത്രം മതി. എനിക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല. അന്ന് നീ മംഗളയുടെ അടുത്ത് സംസാരിച്ചില്ലേ, അന്ന് നിന്റെ നല്ല മനസ്സ് ഞാൻ അറിഞ്ഞതാ. താങ്ക് യു. പക്ഷെ ഇപ്പൊ അവരുടെ അടുത്ത് സംസാരിക്കാൻ എന്താ ചെയ്യാ? ഫോൺ ചെയ്യ്. എന്താ ഫോണോ? അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. ഹരിചന്ദ്രനോ അല്ലയെങ്കിലും സത്യവാർത്ത ചൊല്ലു.
രവിചന്ദ്രനായി എന്തുകൊണ്ട് നീ നുണകളായി മുഴുകി? കട്ട് ചെയ്ത് കളയാണല്ലേ, ഒരു ദിവസം കൈ കിട്ടും എനിക്ക്. എന്തിനു ധരിച്ചു നീ മനസ്സിന് ഹെൽമറ്റ്? എന്നാകെ ചൊല്ലിടൂ നീ, നീ എന്റെ പ്രിയല്ലേ. ഇതിനേക്കാളും എന്റെ ഓണറിന്റെ മോള് തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ കഴിക്കുന്നല്ലേ ഉള്ളൂ. ബോധമില്ല, ലൈഫ് കുഴയുന്നിതാ. ലാൻഡ് ലൈനിൽ നിന്ന് വിളിച്ച എനിക്കെന്താ മനസ്സിലാവില്ലെന്നാണോ കരുതിയത്? ഫോൺ വെക്കടാ. ആ ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നി? നേരിട്ട് ഇന്ന് മംഗളയോട് സംസാരിക്കല്ലേ വേണ്ടത്. എങ്ങനെ സംസാരിക്കാനാ? സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ബെല്ലടിക്കും. സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പ് നിനക്കൊന്ന് സംസാരിച്ചെന്താ? അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ ടീച്ചർ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര ജാടയല്ലേ കാണിക്കുന്നത്. ചാടയോ? ഒരു ദിവസം ക്ഷേത്രത്തിൽ കാണാൻ പോയത് എന്താ സംഭവിച്ചെന്നറിയോ? അത് പറഞ്ഞുതരാം, കേട്ടു നോക്ക്. എന്റെ പൊന്നു ടീച്ചറ്, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെയാ. എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അപ്പൊ തന്നെ തുറന്നു പറയും. കോടതിയിൽ ലെക്ചറർ എന്റെ അടുത്ത് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ, അമ്മേ ദേവി മഹാമായ രക്ഷിക്കണേ, അതായത് ശിവന്റെ ക്ഷേത്ര. പരമേശ്വര ഈശ്വര ശ്രീകണ്ഠേശ്വര. മേഡം മേഡം ഇവിടെ നോക്ക്, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നീ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ അത്ര. ഞാൻ ഉമ്മ വെച്ചില്ല എന്ന് പറഞ്ഞ് ഇത്ര വലിയ പ്രശ്നമാണോ? ദേ നോക്കിയേ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നിൽക്കല്ലേ. അറ്റ്ലീസ്റ്റ് ഒന്ന് ആഹാ ശരി ആയിക്കോട്ടെ. ഇങ്ങനെ പുറകെ വരുന്നോണ്ടല്ലേ ഇനി ഇതുപോലെ ഞാൻ വരത്തേയില്ല. ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം 6 മണിക്ക് അഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് 7 മണിക്ക് മഹാമംഗള ആരതി. ഇതാ പിടിക്ക്, ഇത് നിങ്ങളുടെ പേരിലുള്ള പൂജയുടെ ചീട്ടാ. ഒന്ന് നോക്കിയേക്ക്. അതിൽ പേര് കൊടുത്തിരിക്കുന്നത് മംഗള, അവിട്ടം നക്ഷത്രം, കുംഭരാശി. പിന്നെ ഇത് ശിവലിംഗം എന്ന് പേരുള്ള ഒരാളുടെ പൂജയുടെ ചീട്ടാ. ശിവഗോത്രം, രോഹിണി നക്ഷത്രം, വൃഷഭരാശി. എല്ലാം ശരിക്കും നോക്കിയേക്ക് മോളെ. ശരി. എന്റെ മുമ്പിൽ ഇത്ര അഭിനയൊന്നും വേണ്ട, അതൊക്കെ നിർത്തിക്കോ. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ, മനസ്സിൽ ആഗ്രഹം ഒളിപ്പിച്ചു വെക്കും, അത് തുറന്ന് പറയത്തുമില്ല, ഇങ്ങോട്ട് തുറന്നു പറയുന്നവരെ വെറുപ്പിക്കുകയും ചെയ്യും. നിന്നെ ഇത്ര നാളത്തെ പൂജ പോരാഞ്ഞിട്ട് ശിവരാത്രിയുടെ അന്ന് നടക്കുന്ന പൂജ ഇനി വേറെ സ്പെഷ്യലാ? പറയാൻ പറ്റില്ല, ചിലപ്പോ ഞാൻ കാവടി എടുത്തു തൊള്ളു. എന്താ? അതൊക്കെ എന്റെ സൗകര്യ. അതെ മേഡം, ഒന്ന് നിന്നേ. എന്താ ചെയ്യേണ്ടത് പോലെ പിടിയുണ്ടോ? സംസാരിക്കാതെ ഏതെങ്കിലും സിനിമയ്ക്ക് പോയാലോ? വാടാ പോവാം. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? കാർ ഒന്ന് അങ്ങോട്ട് ഒതുക്കി നിർത്തിയേ. എന്തിനാ, ബാത്റൂമിൽ പോവാനാ? നീ പറയുന്ന കാര്യം ചെയ്തേ. നിനക്ക് കാറ് വാങ്ങാൻ വേണ്ടി മംഗള മാഡം റൂം ഒഴിഞ്ഞ് നിനക്ക് അതിന്റെ പൈസ തന്നില്ലേ? തന്നു. നീ അത് തിരിച്ചു കൊടുത്തോ? ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ആ ഒരു കാരണം പറഞ്ഞ് നിനക്ക് മാഡത്തെ പോയി കാണാലോ. എങ്ങനുണ്ട് ഐഡിയ? രംഗമ്മേ, നിങ്ങളുടെ ഭർത്താവ് എന്തിനാ നിങ്ങൾ വിട്ടിട്ട് പോയത്? തലയ്ക്ക് വട്ടായതുകൊണ്ട്. നിങ്ങൾക്കാണോ? പോടാ അയാൾക്ക്. എന്ന് പറഞ്ഞ സംസാരം മാത്രമേ ഉള്ളൂ, കുടുംബം നടത്താൻ അറിയില്ല. എന്താടാ ഇതെല്ലാം? എനിക്ക് എത്ര വലിയ ഐഡിയ തന്നേന്നറിയോ? ആ രംഗമ്മേ, അതെ രംഗമ്മേ. നമസ്കാരം. നമസ്കാരം നിങ്ങൾക്കല്ല, ഈ വീടിന്റെ ഓണർക്ക്. രംഗമില്ലേ ഇവിടെ? ചോദിച്ചിട്ടില്ലേ ഉണ്ടോന്ന്? രംഗമ്മ, പൊന്മാനെ കോപം എന്തിന് പൊന്മാനെ? രംഗമ്മേ. അയ്യോ മോനായിരുന്നോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ രംഗമ്മ. താങ്ക്സ് അല്ലോ. ഇവനല്ലേ ഗിഫ്റ്റ് തരുമ്പോ താങ്ക്സ് പറയണമെന്ന് പറഞ്ഞേ. അതെ, ഞാൻ തന്നെയാ താങ്ക്സ് പറയാൻ പറഞ്ഞത്. അതിനിപ്പോ എന്താ? ബെല്ലടിക്കുന്ന റോഡ് ചീത്തയായി പോയി, അപ്പൊ അത് വാങ്ങാനായിട്ട് നമ്മുടെ അണ്ണന്റെ കടയിലേക്ക് ഒന്ന് വന്നായിരുന്നു. അന്നാണ് ഈ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പറഞ്ഞ്. എന്നാ പിന്നെ വന്നിട്ടൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതുപോലെ അറിയാൻ നിൽക്കുന്ന കണ്ടില്ലേ. മിസ്സിസ് രംഗമ്മ, നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? മോനെ അകത്തേക്ക് വാ. ഇപ്പൊ നിങ്ങൾക്ക് നമസ്കാരം. ഡിയർ രംഗമ്മ, ഇത് വെക്കാനായിട്ട് ഒരു സ്റ്റൂൾ എടുത്തോണ്ട് വരൂ. സ്റ്റൂളോ? അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഞാൻ ആ ഡപ്പ എടുത്തോളാം. മൈ ഗോഡ്. ഇവിടെ കേക്ക് എവിടെ? എടുത്തോ, സൂക്ഷിച്ച് ഇവിടെ വെക്ക്. തിരിയൊക്കെ കുത്തി വെച്ചോ, പക്ഷെ അത് കെടുത്താൻ നിൽക്കണ്ട. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചിരിയും പിന്നെ പ്രകാശവും ഒക്കെ. ഇല്ലെങ്കിൽ ജീവിതം തന്നെ ഇരുട്ടിലായി പോകും. ജീവിതത്തിൽ വെളിച്ചം തരേണ്ടവൻ എന്നെ എവിടെ തനിച്ചാക്കി എങ്ങോട്ടേക്കോ പോയിരിക്കുക. മോൻ വന്നതോടെ എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം. രംഗമ്മ, ഇനി കൂടെ ആരുമില്ല എന്നുള്ള വിഷമൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നിങ്ങളുടെ എപ്പോഴും ഉണ്ടാവും. ഇനി ഉറപ്പ്. ഓ സോറി, ഇവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു അനിയനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ്. കേക്ക് കട്ട് ചെയ്യൂ, അല്ലാതെ വെറുതെ നോക്കി നിന്നാ അങ്ങനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിക്ക്, മാഡത്തിനും കൂടെ കൊടുക്ക്.
വേണ്ട, ഞാൻ തന്നെ നിന്നോളാം. നീ ഒരു കഷ്ണം അവന് കൊടുക്ക്. മുകളിലുള്ള ക്രീം എനിക്ക് ഇഷ്ടമല്ല, ആ താഴെ കേക്ക് മാത്രം മതി. വേണമെങ്കിൽ കഴിച്ചാ മതി, ഒരു നിർബന്ധമില്ല. ഈ പെണ്ണിനുള്ള അത്രയും കൊളസ്ട്രോള് പനീർ ബട്ടർ മസാലയിൽ പോലും ഉണ്ടാവില്ല.